നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയാത്തത്? ഇങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, വെയിറ്റ് എന്താണ് കുറയാത്തത്. എൻ്റെ അണ്ടറിൽ ഡയറ്റ് എടുക്കുന്നവരല്ല കേട്ടോ, അല്ലാത്തവർ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറയും ഞങ്ങൾ ഒരുപാട് ഡയറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്തതെന്ന്. അതിന് പല പല റീസൺസ് ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെയും യൂണിക് ആണല്ലോ, ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ യൂണിക് ആയിരിക്കും. ഓരോരുത്തരും കടന്നു വന്ന സാഹചര്യങ്ങൾ യൂണിക് ആയിരിക്കും. ചിലർക്ക് ജോബ് ഉള്ളവരുണ്ടാവും, ചിലർ ഹൗസ് വൈഫ് ഉണ്ടാവും, മെറ്റബോളിസം വ്യത്യാസപ്പെടും. അതുപോലെ ഡെഫിഷ്യൻസീസ് ഒരുപാട് പേർക്ക് ഉണ്ടാവും, തൈറോയിഡ് PCOD ഒക്കെ ഉള്ളവരുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരും യൂണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വെയിറ്റ് കുറയാത്തതെന്നുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഡയറ്റ് പ്രോപ്പർ എടുക്കുന്നവർ ഒരു 1 മന്തെങ്കിലും കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസപ്പെടുത്തണം. അതുപോലെ തന്നെ ഡയറ്റ് എടുക്കണം. 1 മന്ത് എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും ചുരുങ്ങിയ കാലയളവാണ് കേട്ടോ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഡയറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് 1 മാസം എങ്കിലും ഡയറ്റ് ഏറ്റവും ചുരുങ്ങിയത് എടുക്കാം. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂന്നേ. ആ ലൈഫ് സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് പോകാനായിരിക്കും കൂടുതൽ ഇഷ്ടം. പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് വരാനായിട്ട് നിങ്ങളുടെ ബോഡി സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എങ്ങനെ എടുക്കണം, ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തന്നെ ഡയറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പലതരം ഇപ്പോൾ ഫിറ്റ്നസ് കോച്ചുകളെന്നും പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെ ആരുടെയെങ്കിലും അണ്ടറിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ സർട്ടിഫിക്കറ്റ്, അവർ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അവരുടെ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഡയറ്റ് എടുക്കാനായിട്ട് നോക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഡയറ്റ് ഒരു ടൈം സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റൊന്നും ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ചിലർ പറയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല, വർഷങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ തടി കുറയാത്തത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മീൽ ഇപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുകയും വെയിറ്റ് കൂടുകയും ചെയ്യും. മനസ്സിലായോ? അതായത് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു ഭക്ഷണ ടൈമാണ്. അതുകൂടാതെ എല്ലാ ടൈമിലും ഭക്ഷണം കഴിക്കണം, ലഞ്ച് ഡിന്നറൊക്കെ. പക്ഷേ എങ്ങനെയാണ് കഴിക്കേണ്ടത്? പോർഷൻ സൈസിൽ കഴിക്കുക, വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക. പോർഷൻ സൈസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനിലാണ് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പലരുടെ ഒരു ധാരണയുണ്ട് വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് ചാടും, എൻ്റെ വെയിറ്റ് കൂടും എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. വെള്ളം കൂടുതൽ കുടിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ വയറ് ചാടുകയും വെയിറ്റ് കൂടുകയും ഒന്നുമില്ല. ഹൈഡ്രേഷൻ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. ഒരുപാട് ഓവർ ആകണമെന്നില്ല, ഒരു 2.5-3 ലിറ്ററെങ്കിലും ഏറ്റവും മിനിമം വെള്ളം കുടിക്കണം. നമ്മുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആവാനും ഹോർമോൺസിൻ്റെയൊക്കെ ബാലൻസിനും ഒക്കെ വാട്ടർ കണ്ടൻറ്റ് അത്യാവശ്യമാണ് കേട്ടോ. അടുത്തത് സ്ലീപ്പാണ്. സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് സ്ലീപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകുക. സ്ലീപ്പ് ഉണ്ടാവാത്തതിൻ്റെ കാരണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് എനിക്ക് ഉറക്കക്കുറവ് വരുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലൊക്കെ കിടക്കുന്ന സമയം വരെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണമാണ്. കാരണം നമ്മുടെ ഹോർമോൺസിൻ്റെയൊക്കെ ചേഞ്ച് ഉണ്ടാവാനും അതുപോലെ സ്ലീപ്പ് പാറ്റേൺ ചേഞ്ച് ആവാൻ പറ്റിയ ഒരു കാരണമാണ് ഈ മൊബൈലിൻ്റെ യൂസേജ്, അമിതമായ മൊബൈലിൻ്റെ ഉപയോഗം. ശരിക്കും നമ്മൾ എപ്പോഴാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങളൊരു 10:30 കിടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ മൊബൈൽ മാറ്റി വെച്ചിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കാം. 10:30 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉറങ്ങിക്കോളും. മനസ്സിലായോ? കുറച്ച് നേരത്തെ മൊബൈൽ എടുത്ത് മാറ്റി വയ്ക്കുക. അല്ലാതെ ഉറങ്ങുന്ന സമയം വരെ മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ചിലരുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ, നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ നോക്കും, ഉറങ്ങിപ്പോവും, മൊബൈൽ നമ്മുടെ ഫേസിൽ വീഴുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ആവരുത്. മൊബൈൽ മാറ്റി വെച്ചതിന് ശേഷം വേണം നിങ്ങൾ കിടക്കാനായിട്ട്. ഇതൊന്നും കൂടാതെ ഡെഫിഷ്യൻസീസ് ഒരുപാടുണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാവും. വൈറ്റമിൻ B12, അതുപോലെ വൈറ്റമിൻ D തുടങ്ങിയ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുണ്ടോയെന്ന് നോക്കിയിട്ട് അതിനുള്ള സപ്ലിമെൻ്റ് എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ PCOD ഉള്ളവർക്ക് വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മെഡിക്കേഷൻ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെഡിക്കേഷൻ എടുത്തിട്ട് അത് ക്ലിയർ ചെയ്യുക. അതുപോലെ തൈറോയിഡ് ഓവറായിട്ടുള്ളവർക്ക് വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. തൈറോയിഡിൻ്റെ മെഡിസിൻസും കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക.
ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അസുഖങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു ഇയർലി വൺസ് എങ്കിലും എല്ലാവരും ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഡയറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഡയറ്റ് എടുക്കുന്നത് എന്നാണോ അന്ന് മുതൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അതും തെറ്റായൊരു കാര്യമാണ്. എന്നാണ് നിങ്ങളുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം കറക്റ്റായിട്ട് വെയിറ്റ് നോക്കാൻ പാടുള്ളൂ എന്നാണ്. അത് നിങ്ങളുടെ ക്യൂരിയോസിറ്റി അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു 15 ഡേയ്സ് 15 ദിവസത്തിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് നോക്കാം. അതിനുശേഷം 30 ദിവസം ആകുമ്പോൾ വേണം വെയിറ്റ് നോക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുക കേട്ടോ. സ്ട്രെസ് കൂടുന്ന അത്ര നല്ലതല്ല. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം ആദ്യത്തെ ടൈമിൽ വെയിറ്റ് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് കാണിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 80 കിലോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ചിലപ്പം 75 കാണിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം 89 കാണിക്കും. ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും വെയിറ്റിൽ. അപ്പോൾ ഇതിങ്ങനെ വേരിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഞാൻ ഡയറ്റ് എടുക്കുന്നത് ശരിയല്ലേ, ഇതെന്ത് പറ്റി ഇങ്ങനെ വേരിയേഷൻ, അത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 15 ദിവസത്തിന് ശേഷം ആകുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വരും. നമുക്ക് എത്രയാണ് വെയിറ്റ് കുറയുന്നതെന്ന് കറക്റ്റായിട്ട് ഏകദേശം അറിയാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ടെൻഷൻസ് ഒരുപാട് കൂടും. ടെൻഷൻസ് കൂടും, എൻ്റെ വെയിറ്റ് കുറയുന്നില്ലല്ലോ, എൻ്റെ വെയിറ്റ് എന്താ ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവും, വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. പ്ലേറ്റും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ പ്ലേറ്റ് കഴിക്കാനായിട്ട് നോക്കുക. ചെറിയ പ്ലേറ്റിൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ഭക്ഷണമേ ഇടാൻ പറ്റുള്ളൂ. വലിയ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഒട്ടുമില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ വീണ്ടും കോരിയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ പ്ലേറ്റിൽ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറ്റ് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഡയറ്റിൽ വേണം. ഒരു ദിവസത്തെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് വേണം, വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വേണം. ഇങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഡയറ്റ് നോക്കാനായിട്ട്. പക്ഷേ പോർഷൻ സൈസ്, മെയിനായിട്ട് ഈ പോർഷൻ സൈസ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നത്. ഹൈ പോർഷൻ ആണെങ്കിൽ വെയിറ്റ് കൂടും, കുറച്ച് പോർഷന് കഴിക്കുന്നുള്ളെങ്കിൽ വെയിറ്റ് കുറയും. പോർഷൻ സൈസിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് നോക്കൂ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ശരിക്കും ഒരു സമയത്തെ മീൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കുക. നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല. ഒരുപാട് ഭക്ഷണം ക്രാവിങ്സ് ഉള്ളവരുണ്ടാവും, ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയുള്ളവരുണ്ടാവും. അവരൊക്കെ എന്താ ചെയ്യേണ്ടത്, രാവിലെ 2 ഇഡലിയാണ് കഴിക്കുന്നത്, നിങ്ങൾക്ക് സാമ്പാറോ ചട്നിയോ എന്തെങ്കിലും വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ 2 ഇഡലി പതിയെ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് വല്ലാണ്ട് ഫില്ലായ ഒരു ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്പീഡിൽ കഴിച്ചാൽ എന്താ, അയ്യോ എനിക്ക് വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇട്ട് കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 10 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. കഴിയുന്നത്ര തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ബെറ്റർ. നമുക്ക് അസിഡിറ്റി ബ്ലോട്ടിങ് ഒക്കെ തടയാനൊക്കെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ബെറ്റർ. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയറിലിരുന്ന് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, എക്സസൈസ്. അറിയാമല്ലോ അല്ലേ? ഒരു 1/2 hour മുതൽ 45 മിനിറ്റ്സ് വരെ എങ്കിലും എക്സസൈസ് ഡെയിലി ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് കമ്പൽസറി ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരുടെയും വെയിറ്റ് കുറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ അസുഖങ്ങളുള്ളവർ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിനനുസരിച്ച് ഡയറ്റ് ചെയ്യാനായിട്ട് നോക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഡയറ്റായിട്ടൊന്നും മനസ്സിലെടുക്കാതിരിക്കുക. അയ്യോ ഡയറ്റാണ് എങ്ങനെ ചെയ്യും അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇത്രയും കാലമൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിച്ചില്ലേ നന്നായിട്ട്, ഇനി എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മനസ്സിൽ ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക. ആദ്യമേ ഒരുപാട് തടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒന്ന് ഇമാജിൻ ചെയ്യുക, വെയിറ്റ് കുറഞ്ഞിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിലൊക്കെ നടക്കുന്നതൊക്കെ ഇടയ്ക്കൊന്ന് ഇമാജിൻ ചെയ്തോളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയില്ല, അങ്ങനെ ഒന്ന് മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.